Hello everyone, welcome back to my YouTube channel. Guys, അങ്ങനെ ഞങ്ങൾ ബക്കറെ പോവാണ്. അവൻ എവിടെയോ പോവാണ്, ഞങ്ങൾ രണ്ടൊരു ബക്കറെ പോവാണ്. നീ എവിടെ പോവാണ്? ഞങ്ങൾ എന്താ പറയുക, വെറുതെ ഇന്ന് ഫ്രൈഡേ അല്ലേ, ഓഫല്ലേ, സോ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബക്കറ വരെ പോകാനായിരുന്നു, നോമ്പ് തുറക്കാൻ. അല്ല റൗഫേ, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലുസൈൽ മെട്രോ സ്റ്റേഷനിലൂടെ നമ്മൾ ഇനി മെട്രോ കയറിയിട്ട് നേരെ ബക്കറ പോകാം. യെസ്, ലുസൈൽ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മുടെ അർജൻറ്റീന ഫ്രാൻസ് ഫൈനൽ നടന്ന സ്ഥലമാണ്. നീ ബ്രസീൽ ഫാനാണ്, നമ്മൾ അന്ന് വന്നു മെസ്സി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മെട്രോയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. എൻ്റെ പോലെ ഇത് ഒരുപാട് നടക്കാണ്ടല്ലോ അല്ലേ? ഇവിടെ നിന്നാൽ മതി. അത് ശരിയാണ്, ഇതൊക്കെ വലിയ ഉപകാരമുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലുണ്ടോ ഇതൊക്കെ? നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? അപ്പോൾ മെട്രോ കാർഡ് എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എനിക്കും ഇല്ല, റൌഫിനും ഇല്ല മെട്രോ കാർഡ്. സോ നമുക്ക് ഇവിടുന്ന് മെട്രോ കാർഡ് എടുത്തിട്ട് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ മെട്രോയിൽ. ഇവന്മാർക്ക് രണ്ടുപേർക്കും കാർഡുണ്ട്. മുത്തുവിൻ്റെ കാർഡല്ല, വേറെ ആരുടെ കാർഡാ. ക്യാഷ് ഇട്ട് കൊടുക്കണേ, നമ്മൾ ഇവിടുന്ന് ക്യാഷ് ഇട്ട് കൊടുക്കണം. ഇവിടെ പൈസ ഇതിനകത്തിടണം അല്ലേ? 20 റിയാൽ. നമ്മൾ 20 റിയാൽ ഇട്ടു. അവർക്ക് താല്പര്യമില്ല പൈസ. 10 റിയാൽ ഇട്ടു. 20 റിയാൽ. 2 റിയാൽ തിരിച്ചു തരൂ. ടിക്കറ്റ് വന്നു. ടിക്കറ്റ് വന്നു. 2 രൂപ തിരിച്ചു വന്നു. ആയി 2 നിനക്ക് മെട്രോ കാർഡ് ഇല്ലായിരുന്നാ? ഓ അങ്ങനെ. അല്ല, അപ്പൊ എനിക്ക് എന്റെ മെട്രോ കാർഡ് ഇതാ. ഓക്കെ, അപ്പൊ ഈ കാർഡ് കൊണ്ടിട്ട് നമുക്ക് ഇന്ന് ഫുള്ള് എല്ലാ ദിവസവും, മീൻസ് ഈ ദിവസം ഫുള്ള്, ഒരു ദിവസം ഖത്തറിലെ മെട്രോയിൽ ഫുൾ ഡേ ഓടാൻ വേണ്ടിയിട്ട് വെറും 6 റിയാൽ മതി. 6 റിയാലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കാർഡ് എന്തിനാണ്? ഇതോ നമുക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത് 1 ഡേ ആണ്. ഇത് എത്ര റീചാർജ് നമുക്ക് ചെയ്യാം. ഓ, അപ്പൊ ഇത് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അല്ലേ? 18 രൂപ. ഈ ഐഡിയ, ഈ ഒരു സാധനം കൊള്ളാം കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട്. ശരിയാ. ഇത് ജസ്റ്റ് നമ്മൾ ഇറങ്ങി നമ്മളിവിടെ ടാപ്പ് ചെയ്യുന്നു, പോകുന്നു. വെരി സിമ്പിൾ. ഈ ഒരൊറ്റ കാർഡ് കൊണ്ട് നമുക്ക് ഈ ദിവസം ഫുള്ള് മെട്രോയിൽ അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാം. ഒരു വട്ടം പോയി 2 റിയാൽ, അങ്ങനെ 10 വട്ടം പോയി കഴിഞ്ഞാലും 6 റിയാലേ പോകുള്ളൂ മാക്സിമം. പക്ഷേ നാട്ടിലങ്ങനെയല്ല, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഇതിൽ അങ്ങനെയല്ല. ഇതാകുമ്പോൾ 2 6 റിയാൽ മാത്രമേ. അതിപ്പോ നിന്റെ കാർഡ് ഉണ്ടെങ്കിലോ? എന്റെ കാർഡിലും 6 റിയാലേ മാക്സിമം പോകത്തുള്ളൂ. അതാണ് ഇവർ ഇതിന് 6 റിയാൽ വെച്ചേക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ മെട്രോയിൽ കയറുന്നു ഗൈസ്. ഫൈനലി ഓക്കെ. അങ്ങനെ സാബിറിൻ്റെയും മുത്തുവിൻ്റെയും സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പം ബൈ ബൈ. ഇങ്ങനെ ഞങ്ങൾ ബക്കറയിലെത്തിയിരിക്കുകയാണ്. ബക്ര ഇനിയിപ്പോൾ നേരെ ബക്ര സൂക്കിലോട്ടാണ് നമുക്കിനി പോകേണ്ടത്. സോ ഫുഡ് കഴിക്കാനും കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. ഓക്കെ, നോമ്പ് പറയുന്നത് നമ്മൾ അവിടെ വെച്ച് ബക്ര സൂക്കി വെച്ചിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഒരു ടാക്സി പിടിച്ചു. ടാക്സിയിൽ നിന്ന് നേരെ സൂക്കിലോട്ട് 10 റിയാലേ ഉള്ളൂ. 10 റിയാലൊക്കെ ഉണ്ടല്ലേ? ഉണ്ടാവൂല്ലേ? നമുക്ക് അറിയത്തില്ല. 10 റിയാൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അവിടെ എത്തണ്ടേ. നീ ബക്കറയിൽ ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈമാ? ഞാൻ മുന്നേ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് ഇവിടെ. കുറേ തവണ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക്
ആദ്യം പോയിട്ട് അവിടെ പോയി ഇന്ന് എന്തായാലും നല്ല റഷ് ഉണ്ടാവും. സോ നമുക്ക് അവിടെ പോയി സീറ്റ് ബുക്ക് ചെയ്യാം, ഓർഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ചുമ്മാ നമുക്ക് കറങ്ങാൻ വരാം. ഓക്കെ, ഇവിടെ ഫുള്ള് ഫിഷിൻ്റെ ഒരുപാട് ഷോപ്പുണ്ട് ഫിഷിൻ്റെ. ഒന്നല്ല, ഒരു 3, 4, 5 ഷോപ്പുകളുണ്ട്. അടിപൊളി മജ്ലിസ് ആണെന്ന് തോന്നല്ലേ ഇത്? മജ്ലിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൂപ്പ്. കാരണം ഭയങ്കരൊരു ആംബിയൻസാണ്. ഇവിടെ ഒരു ഖത്തറിൻ്റെ ഒരു കൾച്ചറൊക്കെ കാണിക്കുന്ന ഒരു തരം സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളവർക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ സാധനം മറ്റേ പൊട്ടറ്റോടെ മറ്റേ സാധനമല്ലേ? ഇതെല്ലാം റെസ്റ്റോറൻറ്റാണ്. ഈ സൈഡിലെല്ലാം കാണുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ്. നല്ല ആംബിയൻസാണ്. ഇപ്പം നൈറ്റൊക്കെ കിടിലുമായിരിക്കും. നല്ല രസമാണ് കാണാനായിട്ടല്ലേ? ഇതൊക്കെ എന്ത് രസമല്ലേ കാണാൻ ഈ ഷോപ്പൊക്കെ. കഫേസാണ്. ഇതാണ് ഫിഷിൻ്റെ ഷോപ്പ്. ധീരത്തല്ല, ധീരത്ത് ഹൽന. ചേട്ടാ ബുക്ക് ചെയ്യണോ? ബുക്ക് ചെയ്യണോ? ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നോമ്പ് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കും മതി. ഓർഡർ ചെയ്യാം. തുർക്കിൻ്റെതാണ്. ബാക്കിയുള്ള ഈ ഷേരി, അതേപോലെ ഹമ്മൂറ്, വൈറ്റ് സ്നാപ്പർ, കൂഫർ, റെഡ് സ്നാപ്പർ, അതെല്ലാം നമ്മൾ ഖത്തറിൻ്റെ ഫിഷാണ്. ആണല്ലേ? ഇത് രണ്ടും ഫാമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ജ്യൂസ് ആണ്. നമുക്ക് കടൽ ഫിഷിൽ നോക്കാന്നുണ്ടെങ്കിൽ നല്ല ഹമ്മൂറുണ്ട്, അതേപോലെ ഷേരി, റെഡ് സ്നാപ്പർ, ആവോലി, ആ 4 ഒരു കോമ്പിനേഷനാണ്. പിന്നെയുള്ളത് സീക്രട്ട്. ഏകദേശം രണ്ടും സെയിമാണ്. ഇത് കുറച്ചുകൂടി ജ്യൂസിയാണ്. ജ്യൂസിന് ഫാറ്റ് കൂടുതലാണ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു സീ ബ്രീം മേടിച്ചാലോ? സീ ബ്രീം എടുക്കാം. 2 പീസിലെ 2 പീസ് വരുമ്പോൾ എങ്ങനെയാ അതിൻ്റെ? 1 കിലോന് ഓൾമോസ്റ്റ് 1 kg 1.1 അത്ര കിലോ. എത്ര വരുന്നുണ്ട് ഒരു പീസ്? ഒരു 2 പീസ് വരുമ്പം ഇത് കിലോന് 70 ആണ്. ഇത് 1,200 വരുന്നുണ്ട്. അതിലൊരു റമദാൻ്റെ പ്രൊമോഷൻ ഉള്ള ഇതിൽ 10% ഡിസ്കൗണ്ട്. 85 വരുമ്പോൾ അതിൽ 10% ഡിസ്കൗണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ റൈസും കാര്യങ്ങളും? റൈസ് സെപ്പറേറ്റ് ആണ്. കൂടുതൽ കുബൂസ് കൂടെ വരുന്നത്, കുബൂസ്, സോസ്, അതേപോലെ കുറച്ച് സലാഡ് ഉണ്ടാവും. നമുക്ക് റൈസ് മതി. റൈസ് 2 പേർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം എടുത്താൽ 2 പേര് കഴിക്കാം. ലാർജ് നമുക്കൊരു മീഡിയം റൈസും പിന്നെ ഒരു ഫിഷ് മതി. ഒരു ഫിഷ് മതി, ഒരു വലിയ ഫിഷും. അത് 2 മസാലയിൽ ചെയ്യാൻ പറ്റുമോ? ഹാഫ് ഗ്രീൻ ഹാഫ് റെഡ്. ഓക്കെ, ഹാഫ് ഗ്രീൻ ഹാഫ് റെഡ്. അപ്പോൾ അതൊന്നും വേണ്ട, മതി. ഒരു മീഡിയം റൈസും ഒരു സീ ബ്രീം ഹാഫ് ഗ്രീൻ ഹാഫ് റെഡ്. ഓക്കെ, ഇതെന്താ പരിപാടി? ഇതെന്താ സംഭവം? ഓക്കെ. അല്ല, ഇതിപ്പം നമ്മുടെ പിള്ളേർക്ക് ടോയ്സ് കൊടുക്കുന്നത്. നിനക്ക് കിട്ടില്ല. നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നോ മറ്റേ നമ്മുടെ പിള്ളേർക്ക് ടോയ്സ് കൊടുക്കുന്നത്? നല്ലൊരു പരിപാടിയല്ലേ? എനിക്ക് അടിപൊളിയായിട്ട് വന്നില്ല. കാരണം നമ്മൾ എന്താ പറയുക, കുഞ്ഞു പിള്ളേർക്കൊരു എന്താ പറയുക, ഈദിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി അടിപൊളിയായിട്ടാണ്. അതെനിക്കിഷ്ടമായി. സൂപ്പർ. ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ആരെയാണ് കണ്ടതെന്ന് നോക്കൂ. ഒട്ടകങ്ങൾ. ഞാൻ ഇത്രയും അടുത്ത് ഞാൻ ഖത്തറി വന്നിട്ട് ഇപ്പോഴാണ് ഒട്ടകത്തിനടുത്ത്. ഇതിനകത്തൊക്കെ ഓരോരുത്തർ ഇവർ റൈഡിന് കൊണ്ട് പോകുന്നതല്ലേ? നമ്മളിപ്പം കണ്ടൊരു കാര്യത്താണ്, നമ്മൾ ഈ ഒട്ടകത്തിന് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുത്തായിരുന്നേ. ഈ ഭക്ഷണം കൊടുക്കാൻ ഇതുങ്ങൾ നിൽക്കുമായിരുന്നു. ഇവരിങ്ങനെ എന്തൊരു സൗണ്ട് ഉണ്ടാക്കിയപ്പം പതുക്കെ വന്നിട്ട് ഇത് ഇരുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിപ്പം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ സമയം 5:40 അല്ലേ? 5:43. അവർ നമ്മുടെ അടുത്ത് 5:40 എത്താൻ വേണ്ടി പറഞ്ഞാൽ കുഴപ്പമില്ല, ഇവിടുന്ന് കുറച്ച് എണ്ണ മതി, നമ്മളവിടെ എത്തും. സോ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ നോമ്പ് തുറക്കാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് നോമ്പ് തുറക്കാൻ വാട്ടർമെലൺ, പിന്നെന്താ ഒരു ആപ്പിള്, കാരക്ക, മുസമ്പി, പിന്നെ ഒരു വാട്ടർമെലൺ, പിന്നെ എന്തോ ഒരു ജ്യൂസും. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. കാരണം ഈ ഒരു മരം, നല്ലൊരു ആംബിയൻസ്, വെരി ഗുഡ്. റൂഫൊന്നുമില്ല, റൗഫ് മാത്രമേ ഉള്ളൂ. ഈ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളായിരിക്കുന്നു, പക്ഷെ അല്ല. ഇതെന്താ
ഉള്ളിവട ആൻഡ് ചട്നി. ഉള്ളിവടയും ചട്നിയും അയവ പൊളിച്ചു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഈ സാധനം. ഈ ഒരു ചട്നി നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നി കേട്ടോ. എങ്ങനെയുണ്ടാ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഉള്ളിവടയാണോ നല്ലത്? എനിക്കിഷ്ടമായ മുളക് വെച്ച് സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു ഉള്ളിവടയും ചട്നിയും അയ്യോ അടിപൊളി. ബൈ ദ വേ ഗൈസ്, ഇവിടെ ഗുണ്ടുപൊട്ടിയാണ് നോമ്പ് തുറക്കുന്നത്. സോ ഗുണ്ടുപൊട്ടി ഇപ്പോൾ നമ്മൾ പേടിച്ചു പോയി. നോമ്പ് അങ്ങനെ നോമ്പ് അങ്ങനെ മുറിഞ്ഞു പോയി. നമ്മൾ എല്ലാവരും പേടിച്ചു. നമ്മൾ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഗുണ്ടൊക്കെ അല്ലേ നമ്മളവിടെ പൊട്ടുന്നത് ആ ഭാഗത്ത്. ഇവിടെ ഖത്തറിൽ ഇനിയിപ്പം GCC കൺട്രീസിൽ മൊത്തം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഖത്തറിൽ ഇപ്പം ഞാനിവിടെ നിന്ന് സമയത്ത് നോമ്പ് തുറക്കുന്നൊക്കെ ഒരു ഗുണ്ട് പൊട്ടിയിട്ട് നോമ്പ് ബാങ്ക് അങ്ങനെ കേൾക്കത്തുമില്ല. ഒരു ഗുണ്ട് പൊട്ടിക്കോ ഒരു ഏരിയയിൽ ഫസ്റ്റ് ഗുണ്ട പൊട്ടിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ തൊട്ട് ബാക്കിലാണ് ഗുണ്ട് പൊട്ടിയത്. എല്ലാവരും പേടിച്ചു, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എൻ്റെ മോനെ, അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയി ഗൈസ്. ഞങ്ങളുടെ ഫുഡ് വന്നിട്ടില്ല. സോ വെയിറ്റിംഗ്. ഓർഡർ ചെയ്ത റൈസ് എത്തി. ഇത് ഫിഷ് സീ ബ്രീം അല്ലാണ് നമ്മൾ ഓർഡർ ചെയ്ത. സീ ബ്രീം നമ്മൾ വൺ സൈഡ് ഡബിൾ സൈഡായിട്ടാണ് ചെയ്തത്. അതായത് ഒരു ഗ്രീൻ ചട്നിയും ഒരു റെഡ് ചട്നിയും, പിന്നെ ഇത് റൈസ്. പിന്നെ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി 2 ടൈപ്പ് ഓഫ് ചട്നീസ്. റൗഫേ, നീ കഴിച്ചിട്ടില്ലല്ലോ മീൻ? കഴിച്ചു നോക്ക്. ഞാൻ ഇവിടെ നിന്ന് മുന്നേ കഴിച്ചിട്ടുള്ളതാ. സോ നീ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയൂ. ഏതാണെന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. എന്നാ റെഡ് ഇട്. അങ്ങനെ പതുക്കെ പിച്ച് അയ്യവ. എങ്ങനെ, സെറ്റല്ലേ ഗൈസ്? അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തീർത്തിരിക്കുകയാണ്. മുള്ളു പോലും ബാക്കിയില്ല. നല്ല ഫുഡായിരുന്നു, അടിപൊളി, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ട്രൈ ചെയ്യണം, സൂപ്പർ ഫുഡ്. കാരണം ഈ റൈസ് ഉണ്ടല്ലോ, ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒക്കെ ഇട്ട് ഈ റൈസ് മാത്രം ചുമ്മാ കഴിക്കാം അല്ലേ, അതുപോലെ ടേസ്റ്റ്. ഈ 2 ചട്നിയും സൂപ്പർ, ഒന്നും പറയാനില്ല. ഫിഷ് സൂപ്പർ ഫ്രഷ്, ഒരു രക്ഷയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ഇതാണ് നമ്മുടെ ബില്ല്, 57.20 QR. പക്ഷേ റമദാൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. സോ റമദാൻ്റെ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് 53 റിയാലേ ഉള്ളൂ. നമ്മൾ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാണ്. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ നേരെ ലുസൈൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടാക്സി പിടിച്ച് വേണം നമ്മൾ അൽക്കോറിലോട്ട് പോകാൻ. ഓക്കെ, അപ്പം എന്താ പറയുക, മുത്തു വന്നിട്ടുണ്ട്. അപ്പം മുത്തുവിനെ പിക്ക് ചെയ്തുകൊണ്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു ഷോർട്ട് വീഡിയോ. നിങ്ങളെല്ലാവരും എന്താ പറയുക, ഒരുപാട് റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരേക്കും ബൈ.